അപ്പം വേറൊരു കാര്യമുണ്ട്, മോഹൻലാലിന്റെ അടുത്ത് ഈ അഭിപ്രായം പറഞ്ഞപ്പോ പ്രണയിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു, മോഹൻലാൽ നോ പറഞ്ഞു, മമ്മൂട്ടിയെ ഓക്കെ പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയെ പ്രേമിക്കുമോ? അങ്ങനെ ഒരാളിന് വേണ്ട എന്ന് പറയുമ്പോ അതേ സ്ഥാനത്ത് മറ്റൊരാൾ ക്ഷണിക്കുമ്പോ എന്തിനാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്? ദൈവമേ, ചേച്ചിയുടെ മനസ്സുണ്ടല്ലോ, പൊന്നും കുടമാണ്. മമ്മൂട്ടിയുടെ വലിയൊരു നഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇത് നേരിട്ട് കാണട്ടെ, എന്തെങ്കിലും ഒരു കാണാൻ ഇടവരട്ടെ. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചി ഇവിടെ കാത്തിരിപ്പുണ്ട്. ഇത്രയും സൗന്ദര്യമായിട്ടുള്ള ഒരു ചേച്ചി അവരുടെ ഈ സിനിമാ ഫീൽഡ് അവർ കണ്ടു കാണിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ വീണാലായി. അയ്യോ, ഇതിപ്പോ ഞാൻ അബദ്ധക്കാരനായല്ലോ, ചോദിച്ച ഞാൻ അബദ്ധക്കാരനായി. താര ആരാധന കാരണം മമ്മൂക്കയോ ലാലേട്ടനെയോ വല്ലോ ഏതെങ്കിലും യുവതികൾക്ക് പ്രണയിക്കാൻ താല്പര്യമുണ്ടോ? ചോദിച്ചു നോക്കാം. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ്. മോഹൻലാലിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മുടെ ഒരു 10, 15, 16 വയസ്സിലൊക്കെ ഈ അന്നേരം കാണുന്ന സിനിമകളിൽ ഒരു പ്രത്യേകത, ഈ ഡാൻസിനോട് താല്പര്യമുണ്ട്. അപ്പൊ അത് മമ്മൂട്ടിയെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മോഹൻലാലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നടനിലോട് ഒരു ചായ്പ, ഒരു താല്പര്യം. ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണോ മോഹൻലാലിനോട്? ഇല്ല, അങ്ങനെയല്ല. എല്ലാ കഥാപാത്രങ്ങളും മോഹൻലാലിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അപ്പൊ മമ്മൂട്ടിയുടെ സുരക്ഷിതമാണ്, പക്ഷെ ഡാൻസ് അത്ര സുരക്ഷിതമല്ല. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, അപ്പൊ ഡാൻസ് കൊണ്ട് മാത്രമാണോ മോഹൻലാലിനോട്? മോഹൻലാലിന്റെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ എല്ലാ എന്ത് ഡാൻസ്, പാട്ട്, പിന്നെ എല്ലാ കഥകളും എന്തായിരുന്നാലും മോഹൻലാലിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. പക്ഷെ ഡാൻസ് ഒഴിച്ച് മമ്മൂട്ടി ബാക്കിയെല്ലാം ഓക്കെയാണ്. മോഹൻലാലാണോ മമ്മൂട്ടിയാണോ സുന്ദരൻ? സുന്ദരൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണോ? ഉറപ്പാണോ? ഉറപ്പാണ്. അവരെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ പ്രേമിക്കാൻ ചാൻസ് കിട്ടിയ ആരെ പ്രേമിക്കും? ഇനിയിപ്പോ ഈ വൈകിയ വേളയിൽ അവർ രണ്ടുപേരും അതിലേക്ക് മെനക്കെട്ടില്ല. അവരുടെ കാര്യമല്ല, ചേച്ചിയുടെ കാര്യം ചോദിച്ചത്. അവരുടെ ഓക്കെ ആയാലും എനിക്ക് പ്രേമിക്കാൻ പറ്റും. അല്ല, അവർ രണ്ടുപേരും തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ചേച്ചി ആരെ ചൂസ് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ മോഹൻലാലിനെ ആയിരിക്കും. കാരണം ഭംഗി, സൗന്ദര്യം മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടിയെ വേണ്ടെന്ന് വെക്കുന്നത്? മമ്മൂട്ടിയെ വേണ്ടെന്ന് വെക്കുന്നതല്ല, മനസ്സിന് ഞാൻ ആദ്യം പറഞ്ഞു, ഒരിഷ്ടം എന്ന് പറയുന്നത് മോഹൻലാലിനോടാണ്. ശരി. അപ്പൊ എന്തുകൊണ്ടെന്ന് മാഷ് ചോദിച്ചായിരുന്നു. നമുക്ക് തോന്നുന്നു പാട്ടിനോടായിരിക്കും, ഡാൻസിനോടായിരിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ. ചിലപ്പോ ഒന്നുമില്ലെങ്കിൽ മോഹൻലാലിന്റെ നടത്തം തന്നെ ആയിരിക്കാം, ആ ഒരു ചരിവ് കൊണ്ടായിരിക്കും. വേറൊരു കാര്യമുണ്ട്, മോഹൻലാലിന്റെ അടുത്ത് ഈ അഭിപ്രായം പറഞ്ഞപ്പോ പ്രണയിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു, മോഹൻലാൽ നോ പറഞ്ഞു, മമ്മൂട്ടിയെ ഓക്കെ പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയെ പ്രേമിക്കുമോ? അങ്ങനെ ഒരാളിന് വേണ്ട എന്ന് പറയുമ്പോ അതേ സ്ഥാനത്ത് മറ്റൊരാൾ ക്ഷണിക്കുമ്പോ എന്തിനാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്? ദൈവമേ, ചേച്ചിയുടെ മനസ്സുണ്ടല്ലോ, പൊന്നും കുടമാണ്. മമ്മൂട്ടിയുടെ വലിയൊരു നഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇത് നേരിട്ട് കാണട്ടെ, എന്തെങ്കിലും ഒരു കാണാൻ ഇടവരട്ടെ. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ചേച്ചി ഇവിടെ കാത്തിരിപ്പുണ്ട്. ഇത്രയും സൗന്ദര്യമായിട്ടുള്ള ഒരു ചേച്ചി അവരുടെ ഈ സിനിമാ ഫീൽഡ് അവർ കണ്ടു കാണിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോ വീണാലായി. അയ്യോ, ഇതിപ്പോ ഞാൻ അബദ്ധക്കാരനായല്ലോ, ചോദിച്ച ഞാൻ അബദ്ധക്കാരനായി. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്.